السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു മാസമാണ്. പഴയകാലം മുതലേ വലിയ വലിയ മഹാന്മാരായ ആളുകളെ എപ്പോഴും അനുസ്മരിക്കപ്പെടുകയും അവരുടെ ചരിത്രങ്ങൾ അയവിറക്കുകയും അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി അവരുടെ ചരിത്രം വിശദീകരിക്കുകയും അവരുടെ ചരിത്രം പാടിയും പറഞ്ഞു ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായി മഹാന്മാരായ അസ്ഹാബുൽ ബദർ ബദരീങ്ങൾ അവരുടെ ബദർ യുദ്ധം നടന്ന ആ ദിവസം അവരെ അനുസ്മരിക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ച ദിനമാണ് ബദർ ദിനം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വലിയ വിജയം കൈവരിച്ച് അള്ളാഹുവിങ്കിൽ വലിയ സ്ഥാനം ലഭിച്ച ദിവസങ്ങളാണ് ദുൽഹജ്ജ് 10 അതിനോടനുബന്ധിച്ചുള്ള സമയം. അതുകൊണ്ട് ആ അമ്പിയാക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ത്യാഗം നടന്ന ദിവസത്തെ പ്രത്യേകം അവരെ അനുസ്മരിച്ച് അവരുടെ പേരിൽ പല കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്മരണ പുതുക്കുന്ന വിധത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചു. അതിൽപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുക എന്നത്. ഉളുഹിയ്യത്തിനെ പറ്റി പറയുമ്പോൾ ആരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം പറയും. അപ്പൊ ഉളുഹിയ്യത്തിലൂടെ ആ രണ്ട് മഹാന്മാരെ അവർ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പാപ്പമാരാണ്. പാപ്പമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവരെ അങ്ങനെ ലോകം മുഴുക്കെ ഒരുപാട് മൃഗങ്ങളെ അറുത്ത് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് അനുസ്മരിക്കപ്പെടുകയും അതോടുകൂടി അത് ആ സമയത്ത് അവരുടെ ചരിത്രങ്ങൾ സമൂഹം അയവിറക്കുകയും പറയുകയും ചെയ്യും. ഉളുഹിയ്യത്ത് സുന്നത്തായതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവും ഇസ്മായിൽ നബി സ്വലാമിന്റെ ചരിത്രവും ഒക്കെ സ്വാഭാവികമായും അനുസ്മരിക്കപ്പെടും. മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളോട് അവറുകൾ പറഞ്ഞു,
فإن قلت هل لهذا العرف الذي شاع في ديارنا في حفظ أعراس المشايخ في أيام وفاتهم أصل. അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹുവിന്റെ തഖ്വയോടുകൂടെ നൽകട്ടെ. في حفظ أعراس المشايخ في أيام وفاتهم أصل. മരിച്ച ദിവസം പരിഗണിച്ച് ശൈഖന്മാരുടെ ഉറൂസുകൾ, അവരുടെ അനുസ്മരണ ദിനങ്ങൾ, അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പതിവുണ്ടല്ലോ. അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖദ് സഅൽതു അൻ ദാലിക ശൈഖന അൽ ഇമാം അബ്ദുൽ വഹാബ് അൽ മുത്തഖി അൽ മക്കി, മക്കക്കാരനായ മക്കാനിവാസിയായ അൽ ഇമാം അബ്ദുൽ വഹാബ് അൽ മുത്തഖി എന്ന എൻ്റെ ഉസ്താദിനോട് ഞാനത് ചോദിച്ചു. ഫഅജാബ ബി അന്ന ദാലിക മിൻ തുർഖിൽ മശായിഖ് വഅദാതിഹിം, അത് വലിയ വലിയ മഹാന്മാരായ ഗുരുനാഥന്മാരുടെ പതിവിൽ വെട്ടതാണ്. വലഹും ഫീ ദാലിക നിയ്യാത്തുൻ, അതിൽ അവർക്ക് വളരെ മഹത്തായ നിയ്യത്തുകൾ ഉണ്ട്. അപ്പൊ അതൊരു നല്ല നിയ്യത്തോടുകൂടി നടത്തപ്പെടുന്ന പരിപാടിയാണ്. മഹാന്മാരായ ആളുകൾ വഫാത്തായ ദിനങ്ങൾ, അവർ വഫാത്തായ സമയങ്ങൾ അവരെ അനുസ്മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന്. കാരണം അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനം ലഭിക്കുന്ന ദിനമാണ്. കാരണം നമുക്കറിയാലോ, ബുശ്റ ബിറിദ്വാനില്ലാഹി വകറാമത്തിഹി എന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ്. അള്ളാഹുവിന്റെ കറാമത്ത് കൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. ആർക്ക്? മഹാന്മാർക്ക്. എപ്പോ? അവരുടെ മരണസമയത്ത്. അപ്പൊ അവരുടെ മരണസമയം എന്ന് പറയുന്നത് അവർക്ക് വലിയ സ്ഥാനം നൽകപ്പെടുന്ന സമയമാണ്, വലിയ പവർ നൽകപ്പെടുന്ന സമയമാണ്. മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണത്തിന്റെ ദിനം. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ചയുടെ ബഹുമാനം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയെ പടക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഈ മഹത്വങ്ങളൊന്നും, ഈമാനും മുത്തഖീങ്ങളായ ആളുകൾക്ക് ഈ മഹത്വങ്ങളൊന്നും ലഭിക്കാൻ കാരണമാവില്ലല്ലോ. അതുപോലെ തന്നെ അമ്പിയാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇബാദത്ത് നിർവഹിക്കാനും ഒക്കെയുള്ള ചാൻസും അവസരവും ഉണ്ടായത് സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ്. പരീക്ഷക്ക് കൊണ്ടുപോകുന്ന മാതിരിയാണ്. പരീക്ഷയിൽ ജയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് പോകുന്നത് വലിയ സന്തോഷമുള്ള അല്ലെങ്കിൽ വലിയ ഉപകാരമുള്ള പോക്ക്. തോൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് പോകാൻ തന്നെ വലിയ പേരാണ്. ജയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം. അപ്പൊ മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളുണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് വലിയ അനുഗ്രഹമാണ്. വഫീഹി തഖൂമുസ് സാഅ, അന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ സ്വർഗത്തു നിന്ന് കൊണ്ടുവരുന്നു, എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ദിനവും വെള്ളിയാഴ്ചയാണ്. അതായത് ഖിയാമത്ത് നാളിലല്ലേ സ്വർഗത്ത് കിടക്കുക. അപ്പൊ സ്വർഗത്ത് കിടക്കാനുള്ള റിസൾട്ട് കിട്ടുന്ന ദിവസമാണ്. വലിയ റഹ്മത്തുള്ള മുത്തഖീങ്ങൾക്ക്. ആകയാൽ വലിയ വലിയ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം ലഭിച്ച ദിവസങ്ങൾ, മാസങ്ങൾ, സമയങ്ങൾ, അത് അവരെ അനുസ്മരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ തന്നെ സൽക്കാരം എന്ന് പറയുന്നത്, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യകർമ്മമാണ്. അതിന്റെ പുറമെ ആദരിക്കപ്പെടേണ്ടുന്ന, അംഗീകരിക്കപ്പെടേണ്ട ആളുകളുടെ മഹത്വം പറയുക എന്നതും വലിയ പുണ്യകർമ്മമാണ്. അത് രണ്ടിനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർ ത്യാഗം ചെയ്ത് പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ച
സമയം ത്യാഗം ചെയ്ത് അവസാനം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവർ യാത്ര ചെയ്ത സമയം എന്ന വളരെ മഹത്തായ നിയ്യത്താണ് അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് أن اليوم الذي وصلوا فيه إلى جناب العزة وحضائر القدس يرجى فيه من الخير والكرامة والبركة والنورانية أكثر وأوفر من سائر الأيام. വേറെയുള്ള ദിവസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവർ മരണപ്പെട്ട ദിവസം അവർക്ക് വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ള ദിവസം എന്ന നിലക്ക് അതിനെ തിരഞ്ഞെടുക്കുകയാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ നാം അനുസ്മരിക്കുന്നു. നമ്മൾ അമ്പിയാക്കളെ അനുസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അനുസ്മരണം നടക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അമ്പിയാക്കളുടെ പേരിൽ ഒരുപാട് സൂറത്തുകൾ അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അവരെ ബഹുമാനം ഇവിടെ ഓതിക്കൊണ്ടേയിരിക്കണം. സൂറത്ത് യൂസുഫ്, സൂറത്ത് ഹൂദ്, അതുപോലെ സൂറത്ത് ഇബ്രാഹിം, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സൂറത്തുകൾ. സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലും സൂറത്തുൽ, പിന്നെ ഔലിയാക്കളുടെ പേരിലും സൂറത്ത്, സൂറത്ത് ലുഖ്മാൻ, സൂറത്ത് മറിയം, അതൊക്കെ ഔലിയാക്കളുടെ പേരിലുള്ള സൂറത്തുകളാണ്. അങ്ങനെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പേരിൽ അള്ളാഹു സൂറത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അമ്പിയാക്കളും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും ജീവികളുടെയും പേരിലും ഖുർആനിൽ സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഅ്ജിസത്ത് പ്രകടമായ ഒരു പശുവിന്റെ സംഭവം വിവരിക്കുന്നുണ്ട് അതിൽ. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ എന്നതിന് പേര് ലഭിച്ചത്. ഔലിയാക്കളായ 7 മഹാന്മാര് പോയി അവർ അഭയം തേടിയ ഒരു ഗുഹ, അതാണ് സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. ആ ഔലിയാക്കൾ സബഅത്തുൻ വസാമിനുഹും കൽബുഹും എന്ന് ഖുർആൻ പറഞ്ഞ 7 ഔലിയാക്കൾ ചെന്നുകൂടിയ ഗുഹ, ആ ഗുഹയെ പരാമർശിച്ചുകൊണ്ടുള്ള സൂറത്തിന് സൂറത്തുൽ കഹ്ഫ് എന്ന് പേര്. ആകയാൽ അമ്പിയാക്കളും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വസ്തുവിനെ എടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്തുകളുണ്ട്. അവരെ പേര് തന്നെ പറഞ്ഞുകൊണ്ടും അവരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടുമുള്ള സൂറത്തുകളുണ്ട്. അതെല്ലാം അറിയിക്കുന്നത് മഹാന്മാരെ ജനങ്ങൾ എപ്പോഴും വായിക്കുകയും എപ്പോഴും പറയുകയും അവരെ അനുസ്മരിക്കുകയും വേണം എന്നതാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ മറ്റുള്ളവരുമായി വ്യത്യസ്തപ്പെടുന്ന ഒരു രംഗമാണ് ഈ മഹാന്മാരുടെ അനുസ്മരണ പരിപാടികൾ നടത്തുന്നവർ സുന്നത്ത് ജമാഅത്തുകാരും അത് നടത്താത്തവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി. മഹാന്മാര് എന്ന് പറയുമ്പോൾ അവരെ മാത്രമല്ല നമ്മൾ അനുസ്മരിക്കാറുള്ളത്. നമുക്ക് സ്നേഹമുള്ള, നമ്മൾ സ്നേഹിക്കേണ്ടുന്ന, നമ്മൾ ആദരിക്കേണ്ടുന്ന ആളുകളെയൊക്കെ നമ്മൾ അനുസ്മരിക്കും. അതുകൊണ്ടാണ് താജുൽ ഉലമയുടെ അനുസ്മരണം, നൂറുൽ ഉലമയുടെ അനുസ്മരണം, അതുപോലെ തന്നെ അവേരത്ത് തങ്ങന്മാരുടെ അനുസ്മരണം, അതുപോലെ മമ്പറം തങ്ങളുടെ അനുസ്മരണം, മിർഖാദി റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം, അതേപോലെ ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണം നമുക്ക് കാണാൻ കഴിയും. കാരണം അവരെല്ലാം അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. അവരുടെ എല്ലാം ചരിത്രം ലോകത്ത് ഉറങ്ങിപ്പോകേണ്ടതാണ്. മഹാന്മാരുടെ മദ്ഹ് പറയുന്നതിന് തെളിവായി ഓതിക്കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചത് എന്താണ്? അതെ, അവരുടെ ചരിത്രങ്ങൾ അയവിറക്കപ്പെടുന്നതും പറയപ്പെടുന്നതും വിവരിക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകണം എന്നതാണ്. നമ്മൾ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അഫ്ളലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കുക. നിസ്കരിക്കാത്തതുകൊണ്ട് ഒരാളോട് വെറുപ്പാണ്, അത് അല്ലാഹുവിന്റെ പേരിലുള്ള വെറുപ്പാണ്. അവിടെ അയാൾ സലാം പറഞ്ഞാൽ മടക്കൂല, കാരണം അയാൾ നിസ്കരിക്കൂല, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളാണ്. പച്ചയായി പലിശ വാങ്ങുന്നവനോട് വെറുപ്പാണ്, പച്ചയായി കള്ളുകുടിക്കി കൂത്താടി നടക്കുന്നവനോട് വെറുപ്പാണ്. ഒരു മനുഷ്യനെ നമ്മൾ ചിക്കിക്കുത്തി നോക്കാണ്ട ആവശ്യമില്ലല്ലോ. പച്ചയില് വാഹിറില് പരസ്യമായി അത്തരം തമ്മാടിത്തം ചെയ്യുന്നവനോട്
നമുക്ക് വെറുപ്പ് അള്ളാഹുവിന്റെ പേരിലുള്ള വെറുപ്പാണ്, അല്ലാതെ അയാളുടെ വ്യക്തിപരമായ വെറുപ്പല്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവരോട് നമുക്ക് മനസ്സിന് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ 1 കോടി ഉറുപ്പിക ഇങ്ങോട്ട് തരാം, അല്ലെ 10 കോടി തരാന്ന് പറഞ്ഞാൽ എന്റെ മകളെ ഞാനൊരു സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്തവന് നിക്കാഹ് തൊടുകില്ല. എന്തുകൊണ്ട്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആളെ സ്നേഹിക്കാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം മണ്ണെന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്നവനെ സ്നേഹിക്കാൻ കഴിയും? അത് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതേപോലെ വെറുപ്പിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയാവുക. അതാണ് അഫ്ദലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. നമ്മൾ സത്യത്തിന്റെ ആളുകളെ സ്നേഹിക്കണം. അസത്യത്തിന്റെ ആളുകളാണെന്ന് തോന്നിയാൽ നമുക്ക് ആ സ്നേഹം പറ്റൂല. പരിശുദ്ധ ഖുർആനും ഹദീസും വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله. അള്ളാഹുവിനെയും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന കക്ഷികളോട് സ്നേഹിക്കുന്നവരായി മുഅ്മിനീങ്ങളെ കാണൂല എന്ന് സൂറത്തുൽ മുജാദലയുടെ അവസാനത്തിൽ, അല്ലേ, മുജാദല സൂറത്തിന്റെ ഖദ് സമിഅ എന്ന സൂറത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. നമ്മൾ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നു. എന്തിന്റെ പേരിലാണ്? അവർ അള്ളാഹിന്റെ ദീനിന്റെ ഇൽമു പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. നമ്മളെ ആലിമീങ്ങളെ സ്നേഹിക്കുന്നു, അവർ ഇൽമു പഠിച്ച് അധ്വാനിച്ച് പഠിച്ച് പ്രചരിപ്പിക്കുന്നു എന്ന നിലക്കാണ്. നമ്മൾ തങ്ങന്മാരെ സ്നേഹിക്കുന്നു, അവർ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമാണ്, പേരക്കുട്ടികളാണെന്ന നിലക്കാണ്. അതേപോലെ നമ്മൾ ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്നു. അതെന്തിന്റെ പേരില്ല? അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കണം, ആദരിക്കണം, അവരെ പരിഗണിക്കണം എന്നത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. അതിന്റെ പുറമെ നമുക്കൊരുപാട് നന്മകൾ ചെയ്തു തന്നവരാണ് ബാപ്പയും ഉമ്മയും. ഏതുപോലെ ആലിമീങ്ങൾ നമുക്ക് വലിയ നന്മ ചെയ്തു തരുന്നവരാണ്. കാരണം അവരാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. ആവശ്യമുള്ളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ആലിമീങ്ങളാണ്. നമ്മൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ഇമാമീങ്ങൾ, ആ ഇമാമികളാണ് നമുക്ക് ശരിക്ക് കൃത്യമായ നിലക്ക് ദീനിന്റെ നിയമങ്ങളും ദീനിന്റെ ആശയങ്ങളും എത്തിച്ചു തന്നുകൊണ്ട് അവരെല്ലാം നമ്മൾ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതി അങ്ങനെ വല്ലാതെ അധ്വാനിച്ച ശുഹദാക്കൾ, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അവരുടെ പ്രവർത്തനമാണ് നമുക്ക് ഈമാൻ കിട്ടാൻ കാരണമായത്. ബദരീങ്ങളില്ലെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ശുഹദാക്കളെ സ്നേഹിക്കുന്നു, ബദരീകളെ സ്നേഹിക്കുന്നു, സഹാബികളെ സ്നേഹിക്കുന്നു, മുൻഗാമികളായ മഹാന്മാരെ സ്നേഹിക്കുന്നു. അതിന്റെ എല്ലാ മാനദണ്ഡം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അതോടുകൂടെ തന്നെ കുടുംബങ്ങളാകുമ്പോൾ കുടുംബവുമായുള്ള ബന്ധം പുലർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ദീനിലുണ്ട്. ഖുർആൻ അത് പഠിപ്പിച്ചു. അവിടെ കുടുംബത്തിൽപ്പെട്ടവരുടെ ആണ്ടനുസ്മരണങ്ങൾ, അമ്മോശന്റെ, അമ്മായിയുടെ, അതുപോലെ ബാപ്പാന്റെ, ഉമ്മാന്റെ, അങ്ങനെ ബന്ധപ്പെട്ട പലരുടെയും ആണ്ടനുസ്മരണങ്ങൾ നടത്തും. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവരും നമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ കാരണത്താൽ നമ്മൾ അവരെയൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യും. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നമുക്ക് എന്ത് ചെയ്തു തന്നു? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മോളെ നമുക്ക് കല്യാണം കഴിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നമുക്ക് ബിരിയാണിയൊന്നും തന്നിട്ടില്ലല്ലോ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നമുക്ക് വിസ തന്നിട്ട് ജോലിയൊന്നും തന്നിട്ടില്ലല്ലോ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നമ്മൾ ഇതിനെ അനുസ്മരിക്കണം. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം കൊണ്ട് എത്രയോ ലക്ഷങ്ങൾ സന്മാർഗത്തിലായി. അത് ചെറിയ സംഭവങ്ങൾ അല്ല. മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്ത ഒരു വലിയ കറാമത്തുണ്ടായിരുന്നു. അതെന്താണ് ആ കറാമത്ത്? എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർ വഅദ് പറയുമ്പോ എത്ര ദൂരെയാണെങ്കിലും കേൾക്കും. അതൊരു വലിയ കറാമത്താണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത വലിയൊരു കഴിവ് നമ്മൾ കണ്ടിട്ടില്ലേ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിനിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബ ശരീഫ് നിർമ്മിച്ചിട്ട് അല്ലാഹു പറയാണ്, ഇബ്രാഹിം നബിയെ ഹജ്ജിന് വേണ്ടി വിളിച്ചോളൂ. അങ്ങനെ വിളിക്കുമ്പോൾ അതേ കുറ്റ്യാടിയിലുള്ള ഹാജിമാരത് കേട്ടു, അതേപോലെ തന്നെ നാദാപുരത്തുള്ളവർ കേട്ടു, അമേരിക്കയിലുള്ളവർ കേട്ടു, ബ്രിട്ടനിലുള്ളവർ കേട്ടു. എല്ലാ ഹാജിമാരും അത് കേട്ടിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് കേൾപ്പിച്ചവൻ ആരാണ്? അതേ ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. സദസ്സിലുള്ളവരെയും കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ദൂരെയുള്ളവരെയും കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ചവനല്ലാതെ കേൾപ്പിക്കുന്നവനില്ല. അല്ലാഹു ആണല്ലോ എല്ലാം കേൾപ്പിക്കുന്നവൻ. അതേ നമ്മൾ ഖബറിലുള്ള വ്യക്തിക്ക് പോയി സലാം പറയുമ്പോ അതേ അവരെ കേൾപ്പിക്കുന്നതും അതാ അല്ലാഹുവാണ്. പുറത്തുള്ളവരോട് സലാം പറയുമ്പോ അവരെ കേൾപ്പിക്കുന്നതും അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ആയത്തിന്റെ ബാഹ്യാർത്ഥം എന്താ? അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു കേൾപ്പിക്കും. കേൾപ്പിക്കുന്ന ആള് തങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല കേൾപ്പിക്കുന്നത്. കേൾപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. അതിന്റെ ശരിയായ ആന്തരികമായ അർത്ഥമുണ്ട്. അർത്ഥം എന്താണ്? മരിച്ചുപോയവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് സ്വീകരിപ്പിക്കാൻ കഴിയൂല. മറിച്ച് അല്ലാഹു ഉദ്ദേശിച്ചവരെയാണ് അങ്ങേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാൻ സാധിക്കുക എന്ന് അതിന് ശരിയായ ആന്തരികമായ അർത്ഥം അതിന് വേറെയുണ്ട്. ഇനി ബാഹ്യമായ അർത്ഥപ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കാണിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കാതുള്ളതുകൊണ്ട് കേട്ടോളണമെന്നില്ല, കണ്ണുള്ളതുകൊണ്ട് കണ്ടോളണമെന്നില്ല, അതേപോലെ തന്നെ മനസ്സുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഉള്ളത് കൊണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അല്ലാഹു തആല കൊടുത്താൽ മാത്രമേ ആർക്കും എന്തും കിട്ടുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പൊ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ വിളിച്ചപ്പോൾ കേൾപ്പിക്കുന്നവൻ ഞാനാ, നിങ്ങൾ വിളിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും ആ വിളി കേട്ടു. അതാണല്ലോ ഇപ്പൊ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ കൊല്ലത്തെ ഹജ്ജ് ക്ലാസ് ജനുവരി 21-ാം തീയതി കുറച്ച് കാലേ കൂട്ടി നടത്താനാണ് ഉദ്ദേശിച്ചത്. പലരും വൈകി അറിയുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ അറിയിച്ചതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അതേപോലെ ഇൻഷാ അല്ലാഹ് ജനുവരി 20-ന് നമ്മളുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ 10-70ഓളം കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളുണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വലിയൊരു പരിപാടിയും ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയും നിശ്ചയിച്ചു. ഇൻഷാ അല്ലാഹ് അതിനു മുൻപ് ഒരു 5 ദിവസം നമുക്ക് ഇവിടെ നമ്മുടെ ടൗണിൽ വെച്ച് മറ്റേത് രണ്ടും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാമ്പസിൽ വെച്ചാണ് നടക്കുക. ഇവിടെ വെച്ച് 5 ദിവസത്തെ വഅദും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പരിപാടി വിജയിപ്പിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ ഇവിടെയുള്ള മഹല്ലിന്റെ അതുപോലെ ഇതിന്റെ പരിസരങ്ങളിലുള്ള മഹല്ലിലെ നമ്മുടെ പ്രവർത്തകന്മാരും SYSന്റെ SSFന്റെ മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് അത് വിജയിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങളെല്ലാം നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജ് എന്ന കർമ്മത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോൾ എല്ലാവരും കേട്ടില്ലേ? അല്ലാഹു തആല കൊടുത്ത കഴിവാ. ഇതുപോലെ അല്ലാഹു കൊടുത്ത കറാമത്തായിരുന്നു. എത്ര ദൂരെയുള്ള ആളുകളും മഹാനവറുകൾ വഅദ് പറയുമ്പോ മൈക്ക് വെച്ചിട്ടൊന്നല്ല, പക്ഷെ ഏത് സ്ഥലത്തുള്ളവരും കേൾക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ കറാമത്ത് മഹാനവറുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ മഹാനവറുകൾ വഅദ് പറയുന്ന സദസ്സിൽ പോയി പങ്കെടുത്ത ഒരു മഹാൻ, അദ്ദേഹം
ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം. അബൂ സക്കരിയ യഹ്യ എന്ന് പറയുന്ന ആ മഹാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പോയി പങ്കെടുത്തു. ആ മജ്ലിസിൽ മഹാനവർകൾ പറഞ്ഞു, അക്സറു മിൻ 100,000 ഇൻസാൻ, 1,00,000-ലധികം ആളുകൾ വഅദ് കേൾക്കാൻ. ഫീഹിം മിനൽ ഉമറാഇ, വലിയ വലിയ ഗവർണർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, നേതാക്കളുണ്ട്, ഭരണാധികാരികളുണ്ട്. വൽ ഉലമായി, ഒരുപാട് ആലിമീങ്ങളുണ്ട്. വസ്യൂഖി, വലിയ വലിയ ശൈഖന്മാരുണ്ട്. വലാമത്തി, സാധാരണക്കാരുണ്ട്. അങ്ങനെ അവർക്കെല്ലാം ഭക്ഷണം നൽകുന്നുണ്ട്. മഹാനവറുകൾ ളുഹറിന്റെ ശേഷം വഅദ് പറയാൻ കസേരയിൽ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, ആളുകളൊക്കെ അങ്ങനെ ചുറ്റുഭാഗത്തും ഇരുന്ന് വഅദ് കേൾക്കാണ്. ഒരു വ്യാഴാഴ്ച ദിവസമാണ്. وفي مجلسه وعاظ واسط وجم غفير من علماء العراق. വഅദിന്റെ മജ്ലിസിൽ വലിയ വലിയ വഅദ് പറയുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അകാബിറുൽ ഖൗമി, വലിയ വിവിഐപികളുണ്ട്. അപ്പോൾ വഅദ് പറയുമ്പോ മഹാനവറുകളോട് ചിലർ ചോദ്യം ചോദിച്ചു. ബിഅസ്അലതി മിനത് തഫ്സീർ, ഖുർആൻ വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഒരു കൂട്ടർ ചോദിച്ചത്. ആഖറൂന ബിഅസ്അലതി മിനൽ ഹദീസ്, വേറെ ചിലർ ചോദിച്ചത് ഹദീസിലുള്ള ചോദ്യങ്ങളാണ്. വജമാഅത്തു മിനൽ ഫിഖ്, വേറെ ചിലർ ചോദിച്ചത് കർമ്മശാസ്ത്രപരമായ നിയമങ്ങളാണ്. ചിലർ ഉസൂലാണ്, വേറെ ചിലർ ഖിലാഫാണ്. അങ്ങനെ പല ഇൽമുകളും മഹാനവറുകളോട് ചോദിക്കാൻ. ഫഅജാബ 200-ലധികം ചോദ്യം വന്നു. എല്ലാറ്റിനും മറുപടി പറഞ്ഞു. യാതൊരു വിഷമവും ഇല്ല, പറച്ചിലും വിഷമില്ല, അതേപോലെ തന്നെ ബോഡിയിലും അംഗേജനും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. വളരെ നന്നായി വിശദമായി എല്ലാറ്റിനും മറുപടി പറഞ്ഞു. പിന്നെയും ചോദ്യം എങ്ങനെ വരികയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചു. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശൈഖ് സാലിഹ് യൂസുഫ് അൽ-അസ്ഖലാനി അൽ-ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ വിചാരിച്ചു ഈ വലിയ മഹാൻ എന്ത് ചോദിച്ചിട്ട് മറുപടി ഇയാളെ ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക ഇവരെല്ലാം കൂടി. ഞാൻ ആളുകളോട് പറഞ്ഞു, എന്താണ് അമാ കഫാകും ഹാദാ വല്ലാഹി ലൗ സഅൽതുമൂഹു അൻ കുല്ലി ഇൽമിൻ ദുവ്വന ലഅജാബകും ബിഇذനില്ലാഹി ബിലാ തകല്ലുഫിൻ. ഒരു പ്രയാസമില്ലാതെ നിങ്ങൾ എന്ത് വിഷയം നിങ്ങൾ കിതാബിൽ നിന്ന് പഠിച്ചുകൊണ്ട് ചോദിച്ചാലും എല്ലാറ്റിനും മറുപടി ഈ മഹാൻ പറയൂ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇനിയും ചോദ്യം തുടരണോ എന്ന് ചോദിച്ചപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്റെ മുഖത്ത് നോക്കി ഫതബസ്സമ, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദഅഹും യാ അബാ സക്കരിയ, അബൂ സക്കരിയ, നിങ്ങൾ അയാളെ ആളുകൾ ചോദിക്കുന്നത് തടയാനൊന്നും പോണ്ട. ഫല്യസ്അലൂനി ഖബ്ല അൻ യഫ്ഖിദൂനി, ഞാനിപ്പോ ഉള്ള സമയത്ത് എന്നോട് ചോദിച്ച് ജനങ്ങൾ പഠിക്കട്ടെ, ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞാൻ ഇല്ലാതെയാകുന്ന ഒരു അവസരം വരുമല്ലോ, അതുകൊണ്ട് ഉള്ള സമയത്ത് അവര് ചോദിച്ച് പഠിക്കട്ടെ, എന്നെ ഇല്ലാതെയാക്കുന്നതിന് മുമ്പ്. ഫൈന ദുനിയാ സവാൽ, ദുനിയാവെന്ന് പറയുന്നത് നിൽക്കുന്ന സംഗതിയല്ല, അത് നീങ്ങിപ്പോകുന്ന സംഗതിയാണ്. വല്ലാഹു മുഹവ്വിലുൽ അഹ്വാൽ, അവസ്ഥകളൊക്കെ മാറ്റുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളട്ടെ, നിങ്ങൾ അവരെ തടയാൻ പോകണ്ട. ഫബക്കന്നാസ്, അപ്പോ ആരും ഇവിടെ നിലനിൽക്കൂല, എല്ലാവരും മരണപ്പെട്ടു പോകും. ആ ഒരു സൂചന നൽകി മഹാനവറുകൾ സംസാരിച്ചപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. ഓരോരുത്തരും മരണം ഓർത്ത് കരയാണ്. വലിയ അട്ടഹാസം തന്നെയായി ആ സദസ്സിൽ. ഓരോരുത്തരും അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കുകയാണ്.
സുഹൃത്തുക്കളെ, മഹാന്മാരെ മജ്‌ലിസ് അതെപ്പോഴും മരണത്തെ ഓർമ്മിപ്പിക്കുന്ന മജ്‌ലിസാണ്. അതേ, എന്നും എപ്പോഴും ഓർമ്മിക്കേണ്ടത് മരണമാണ്. ഇവിടെ എന്നും എല്ലാവരും നിലനിൽക്കുകയില്ല. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കണം. മരിക്കുന്ന സമയത്ത് പടച്ചവന്റെ പൊരുത്തത്തോടെ മരിക്കാൻ കഴിയണം. അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. ഇപ്പോൾ വല്ലാത്തൊരു ആഖിർ സമാനാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, ആ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. എന്തൊരു ഗതികേട് എന്നാ പറയേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്ത് മരിക്കുന്നതിനെ എത്ര ഗൗരവത്തോടു കൂടിയാണ് വിരോധിച്ചിട്ടുള്ളത്. ആരെയും കൊല്ലാൻ പാടില്ല എന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിക കോടതി കൊല്ലപ്പെടാൻ വിധിക്കേണ്ടുന്ന ചില ആളുകൾ ഉണ്ടാകാം. കൊന്നവനെ കൊല്ലുക, അങ്ങനെയൊക്കെ ചില നിയമങ്ങൾ ഉണ്ടാകാം. അത് കോടതി വിധിച്ചിട്ട് കോടതി തീരുമാനിച്ച് കോടതി നടപ്പാക്കേണ്ടതാ, അല്ലാതെ നമ്മൾ നടപ്പാക്കേണ്ടതല്ല. അതേ സമയത്ത് വേറെ ഒരാളെ കൊല്ലുക എന്നത് പാടില്ലെങ്കിൽ സ്വന്തം ശരീരത്തെ തന്നെ കൊല്ലുക എന്നത് എത്ര ഗൗരവമാണ്. കാരണം വേറെ ഒരാളെ കൊന്ന ഒരു മനുഷ്യന് പിന്നീട് എപ്പോഴെങ്കിലും ഖേദിച്ച് മടങ്ങി അല്ലാഹ് പടച്ചവനോട് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് പൊറുപ്പിക്കാൻ അവസരം കിട്ടിയേക്കാം. അതേസമയം സ്വന്തം ശരീരത്തെ നശിപ്പിച്ചവന് ആ വലിയ വൻകുറ്റവും ചെയ്തുകൊണ്ട് മരണപ്പെടുന്നു. അവസാനം വളരെ മോശമായി പോയി. അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. നമ്മളൊരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാല് ചിലപ്പോ അയാൾക്ക് നമ്മൾ ദ്വാരക്കും, അതുപോലെ തന്നെ അയാൾക്ക് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബികളെ കൊണ്ട് അത്തരം ആളുകൾക്ക് മയ്യിത്ത് നിസ്കരിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്, അല്ലേ നമ്മൾ നിസ്കരിക്കൂലായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത്തരത്തിലുള്ള ആളുടെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട്. കാരണം അത് അത്രയും വലിയ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വൻകുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി നിബിധിക്കൂല. അതേ സമയത്ത് അത് വലിയ വൻകുറ്റമാണ് ഖത്ലുൻ നഫ്സ്. അത് പിന്നെ സ്വന്തം ശരീരത്തിൽ തന്നെ ആകുമ്പോൾ അതിനെപ്പറ്റി പറയണോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല കാക്കട്ടെ. വളരെ ഗൗരവമേറിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച സബഉൽ മുബിഖാത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കുകയെന്ന ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് ഖത്ലുൻ നഫ്സ്, ശരീരത്തെ വധിക്കുക. ഒരിക്കലും ഒന്നിന്റെ പേരിൽ അങ്ങനെ ഒരു ചിന്ത ഒരു കാലത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ വരാൻ പാടില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാലം. ഒരു പെൺകുട്ടി ഒരാളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം നടക്കാതിരുന്നാൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന കാലം. വേറൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചോ, നടക്കുന്നില്ലെങ്കിൽ പോയിട്ട് തൂങ്ങി മരിക്കാൻ പോകുന്ന കാലം. അങ്ങനത്തെ ഒരു കാലമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരന് അവന് ഈമാനുണ്ട്, തഖ്വയുണ്ട്, അവൻ മോശക്കാരനൊന്നും അല്ല. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തടസ്സം ചെയ്യുന്ന രക്ഷിതാക്കളുടെ ഏർപ്പാടുകളും ശരിയായ ഏർപ്പാടല്ല. അവരുടെ കുടുംബത്തോട് യോജിക്കും, അതേപോലെ തഖ്വയുണ്ട്, ഈമാനുണ്ട്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ വിവാഹാന്വേഷണം നടത്തിയാൽ അതിന് ഞാനില്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെയോ ആ ചെറുപ്പക്കാരിയായ പെണ്ണിന് അവന്റെ വിവാഹം അവൾക്കും താല്പര്യമുണ്ടെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന രക്ഷിതാക്കളുടെ നടപടിയും ശരിയായ നടപടി അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം നടപടികളെ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്തൽ ഉസ്താദ് നിക്കാഹിന്റെ ഖുത്ബയിൽ പലപ്പോഴും ആ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഒരു നിങ്ങളോട് യോജിക്കുന്ന തഖ്വയുള്ള ഈമാനുള്ള ഒരാൾ വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ ഫസവ്വിജൂ,
അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇല്ലാ തഫഅലൂഹു, അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിന്റെ പേരിൽ ഫസാദുൻ അരീദ്, വളരെ വലിയ ഫസാദ് വരാൻ സാധ്യതയുണ്ട്. ചില രക്ഷിതാക്കൾക്ക് വല്ലാത്ത വാശിയാണ്. അത്തരം വാശി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് കാണാൻ കഴിയണം. അതിനർത്ഥം രക്ഷിതാക്കളെ ഒക്കെ അവഗണിച്ച് ഏതോ ഒരുത്തന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ചില പെൺകുട്ടികളുണ്ട്. അതിനെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇന്നലെയും കർണാടകയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ, മിനിഞ്ഞാന്ന് തൃശ്ശൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ, പല സ്ഥലങ്ങളിലും വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ഒരു ക്ലിപ്പ്. ഞാനത് കണ്ടിട്ട് എനിക്ക് അന്ന് ഉറക്കം വന്നിട്ടില്ല. കാരണം ബാപ്പാനെയും ഉമ്മാനെയും ഒക്കെ തള്ളിയിട്ട് ഒരു പെൺകുട്ടി ഒരു പ്രണയിച്ച മനുഷ്യന്റെ പിന്നാലെ പോയി. അങ്ങനെ പോയവൻ സുബ്ഹാനല്ലാഹ് അവളെയും കൊണ്ട് നടന്നു. ബാപ്പാനെ വിട്ടു, ഉമ്മാനെ വിട്ടു, കുടുംബം വിട്ടു. അവൾ ഒറ്റക്കിറങ്ങി നടന്നു. ആ പെൺകുട്ടിയെ പിന്നീട് ഒരു ദിവസം അവൻ അതാ രണ്ട് കൈയും ബേക്കോട്ട് കൂട്ടിക്കെട്ടിയിട്ട് അവൻ തലക്ക് ഇടിക്കുകയാണ്, നെഞ്ഞത്തിടിക്കുകയാണ്, കഴുത്തിലിടിക്കുകയാണ്, പിടിച്ചു ഞെക്കുകയാണ്. അവൾ ഇങ്ങനെ അല്ലോ 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 എന്ന് ഇങ്ങനെ നിലവിളിക്കുകയാണ്. അവസാനം പിന്നെ രണ്ട് കാലും വരിഞ്ഞു കെട്ടുകയാണ്. ഇപ്പോഴും എന്റെ ഫോണിൽ ആ ക്ലിപ്പ്. ഞാനിത് പറഞ്ഞു വരുന്നത്, അത് കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ വിഷമവും പീഡനവും കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അന്നത്തെ രാത്രി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിദേശത്തുള്ള സമയത്താണ് ഞാനത് കണ്ടത്. ഞാനത് പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില വിവരം കെട്ട പെൺകുട്ടികളുണ്ട്. ബാപ്പാനെ അവഗണിച്ച്, ഉമ്മാനെ അവഗണിച്ച്, കുടുംബത്തിനെ അവഗണിച്ച് ഏതെങ്കിലും ഒരുത്തന്റെ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുകയോ ഒരു പഞ്ചാര വാക്കുകൾക്കുകയോ ചെയ്യുമ്പോഴേക്ക് 10-25 കൊല്ലം ആറ്റിപ്പോറ്റി വളർത്തിയ ബാപ്പവുമാനെ പരിഗണിക്കാതെ, കുടുംബം പരിഗണിക്കാതെ ഇറങ്ങിപ്പോകുന്ന നന്ദിയില്ലാത്ത പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവർ ആലോചിക്കണ്ടേ, എന്നെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാൽ, എന്റെ നെഞ്ഞത്ത് കുത്തിയാൽ, എന്നെ വേദനിപ്പിച്ചാൽ, എന്റെ കൈയും കാലും ഈ കുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടതുപോലെ കെട്ടിയിട്ടാൽ ചോദ്യം ചെയ്യാൻ ആരുണ്ടാവും? ബാപ്പാനെയും വിട്ടുപോയതല്ലേ, ഉമ്മാനെയും വിട്ടുപോയതല്ലേ, അമ്മാമനെയും വിട്ടുപോയതല്ലേ, കുടുംബം വിട്ടുപോയതല്ലേ? അവർ ആര് ചോദ്യം ചെയ്യാനുണ്ടാവും? അപ്പൊ എന്ത് തോന്നിവാസവും അവന്റെ മനസ്സിൽ തോന്നിയാൽ അവൻ ചെയ്യൂലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു യാതൊരു വിലയും വെക്കാതെ, ഒരു ചിന്തയുമില്ലാതെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ബാപ്പ ഉമ്മയെ തീരെ പരിഗണിക്കാതെ വിവാഹത്തിനിറങ്ങുന്ന ആൺകുട്ടികളെയോ ഞാൻ ന്യായീകരിച്ചു എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതേ സമയത്ത് ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അവനൊരു തെറ്റും ചെയ്യുന്നില്ല, അവൻ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അതേപോലെ ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് രണ്ടാൾക്കും താല്പര്യമുണ്ട്. എങ്കിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് വാശി കൂട്ടിയിട്ട് ചിലപ്പോ സുബ്ഹാനല്ലാഹ് കുറച്ച് ദൂരം കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ ഓട് വെച്ച പുരയാണ്, അല്ലെങ്കിൽ റൂം സൗകര്യം പോരാ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അവന്റെ ഏട്ടൻ കെട്ടിയത് എന്റെ ഒരു എതിരാളിന്റെ മോളെയാണ്, ഇങ്ങനത്തെ ഒക്കെ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് അത്തരം വിവാഹം മുടക്കുന്ന രക്ഷിതാക്കളും ഉണ്ടായിരുന്നു, പുതിയാപ്പിളാരും ഉണ്ടായിരുന്നു, ഉപ്പാന്റെ ജ്യേഷ്ഠാഞ്ചന്മാരും ഉണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു, ഒരു കുടുംബക്കാരും ഉണ്ടാകരുത്. അത് വളരെ അപകടം ചെയ്യുന്ന കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഫസാദുൽ ദീന് തൃപ്തിയുള്ളവരായി, ദീന് തൃപ്തിയുള്ളവരായിരിക്കണം. ദീനുള്ള ആളാണ് എങ്കിൽ അവിടെ പിന്നെ മടി കാണിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ വഅദ് കേട്ട് ആളുകൾ ഇങ്ങനെ കരയുക മാത്രമല്ല, വമാത ഫിൽ മജ്ലിസി ഖംസു റിജാഇൻ, അന്നത്തെ ദിവസം 5ഓളം ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് മനസ്സ് ബേജാറായി. അവർ സുബ്ഹാനല്ലാഹ്, അവര് പലരും പടച്ചവനെ പേടിച്ച് അവർ ഈ ലോകത്തോട് തന്നെ സ്വമേധയാ മറിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. وأسلم من الصابئين والنصارى واليهود 8,000. 8,000-ഓളം ആളുകൾ
8,000-ഓളം ആളുകൾ യഹൂദികളും നസ്രാനികളും അതുപോലെ സാബികളും ആ ഒരൊറ്റ വഅദിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു ഒരു സദസ്സാണ്. പിന്നെയോ ആ സദസ്സിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ മുഅ്മിനീങ്ങളുണ്ട്. അങ്ങനത്തെ ആളുകൾ ആ വഅദ് കേട്ട് 40,000 ആളുകൾ ആ ഒരൊറ്റ ദിവസം തൗബ ചെയ്ത് നന്നായി പോയി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ ഖിദ്മത്ത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വലിയ തെറ്റായി കാണുന്ന തെറ്റുകളിലേക്കൊന്നും ഒരു വിഷയത്തിന്റെ കാരണത്താൽ, വിവാഹം നടക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ കച്ചവടം പൊളിഞ്ഞു പോയത് കൊണ്ടോ, അല്ലെങ്കിൽ ഭാര്യ വല്ലാതെ മോശമായ സ്വഭാവം കാണിക്കുന്നത് കൊണ്ടോ, ആ വകയിലൊന്നും ഒരാളും ഖത്ലുൻ നഫ്സിന് തയ്യാറാകരുത്. വളരെ വലിയ തെറ്റാണ് ഖത്ലുൻ നഫ്സ്, ശരീരത്തെ കൊന്നുകളയുക എന്നത്. ശിർക്ക് കഴിഞ്ഞാൽ അതേപോലെ മറ്റൊരു തെറ്റാണ് സിഹർ എന്ന് പറയുന്നത്, മാരണപ്രവർത്തനം. അതേപോലെ മറ്റൊരു തെറ്റാണ് ഖത്ലുൻ നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ശരീരത്തെ കൊന്നുകളയുക എന്ന് പറയുന്നത്. ചിലർക്ക് ഭാര്യനോട് വെറുപ്പിച്ചാൽ ഉടനെ പോയി മരിച്ചു കളയാതെ വിചാരിക്കുന്നു. ചിലർ ഭർത്താവിനോട് ഉറപ്പിടിച്ചാൽ മരിച്ചു കളയാന്ന് വിചാരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് പടച്ച റബ്ബേ. ഞാനിപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു നിക്കാഹിന് പങ്കെടുത്തപ്പോ അവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വിട്ടുവീഴ്ച മനസ്ഥിതി വേണം. ആരും തമ്മിൽ ഈ ഒന്നിനൊന്ന് കണക്ക് ചോദിക്കുന്ന സ്വഭാവത്തിൽ പെരുമാറരുത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഹിൽമ് എന്നതാണ്, അങ്ങേയറ്റത്തെ സഹനം. മഹാനവറുടെ ഒരു ഭാര്യ 500 ദീനാർ കൊടുത്തിട്ട് വിവാഹം കഴിച്ചതാ, 500 സ്വർണ്ണ നാണയം കൊടുത്ത് വിവാഹം കഴിച്ചതാ. ഒരു ഭാര്യക്ക് എത്രയും മഹർ കൊടുത്ത് വിവാഹം കഴിച്ചൂടെ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, 100 ദീനാർ കൊടുത്തിട്ട് 2 തലയുള്ള ഒരു പെൺകുട്ടിയെ ശാഫി ഇമാം വിവാഹം കഴിച്ചു നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ഉണ്ട്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അതെ മസ്അല അറിയാഞ്ഞിട്ടൊന്നുമല്ല, 10 ഉണ്ടല്ലോ, 500 വെള്ളിയേക്കാളും കൂടുതലാക്കാതിരിക്കൽ നല്ലതാണ് എന്നുണ്ടല്ലോ, അതറിയാഞ്ഞിട്ടൊന്നുമല്ല ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ വിവാഹം കഴിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല അലിമീങ്ങളും പലരും സ്വർണ്ണമാണ് മഹർ നിശ്ചയിക്കാറ്. നമ്മുടെ മഹാനായ മർഹൂം കുഞ്ഞൻ ഉസ്താദ് 11 മിസ്കാല് പൊന്ന് മഹർ അത് പറയും. കാരണം അത് നാട്ടിൽ നടപ്പായി പോയി. അത് നടപ്പായി പോയ കുടുംബത്തിൽ നടപ്പായി പോയാൽ അതിനേക്കാളും കുറക്കുകയാണെങ്കിൽ പിന്നെ അവളെ പ്രത്യേകം സമ്മതം വേണം എന്നതായിരുന്നു മഹാനവറുകളുടെ പക്ഷം. അപ്പൊ ഇരിക്കട്ടെ, അപ്പൊ സുന്നത്താന്ന് പറഞ്ഞ വേറെ വിഷയമാണ്. അത് മഹർ നിശ്ചയിക്കാൻ അധികാരമുള്ള ആള് പെണ്ണാണ്. ആ പെണ്ണ് നിശ്ചയിക്കുന്ന സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള നബി സല്ലല്ലാഹു നിങ്ങളുടെ വിവാഹത്തിൽ പെൺകുട്ടികൾക്കൊക്കെ നിശ്ചയിച്ച മഹർ നിശ്ചയിച്ചാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് അധികാരമുണ്ട്, അത് അതിന് സുന്നത്തിനെ പിന്തുടരലുമാകും എന്നതാണ്. അതേസമയത്ത് മഹർ മിഥിൽ കുറക്കാൻ അധികാരം ഇല്ല, അല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടി സമ്മതിക്കണം. ഇരിക്കട്ടെ, അതിന്റെ മസ്അലയിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു 500 ദീനാർ കൊടുത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിച്ച പെണ്ണ. പക്ഷേ മഹാനവറുകളെ ഒരു വലിയ ആരിഫീങ്ങളിൽപ്പെട്ട ഒരാള് സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്വർഗ്ഗത്തിലുള്ള ഉന്നതമായ സ്ഥാനത്താണ് കണ്ടത്. അത് ഒരിക്കലല്ല, പലതവണ കണ്ടു. അങ്ങനെയുള്ള അഹ്മദുൽ കബീർ റിഫായിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ ഭാര്യ അഹ്മദുൽ കബീർ റിഫായിയോട് വളരെ മോശമായ പെരുമാറ്റം. അതിപ്പോ ഞാൻ കൃത്യമായി തീർത്തുകൂടെ പറയുന്നില്ല, കാരണം എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ചില പെണ്ണുങ്ങളും ഉണ്ടാവും. അവര് ചിലപ്പോൾ മുതൽപ്പെടുത്തിയാലോ എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിലാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്തിട്ടല്ല പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത്, ശല്യപ്പെടുത്തിയിട്ടുമല്ല, അവരെ പൊരുത്തം വാങ്ങാനാ നോക്കേണ്ടത്. പക്ഷെ ഈ പെണ്ണ് അവള് വല്ലാതെ ശല്യം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ ഈ മഹാനത് സഹിച്ചില്ല. ആ മഹാൻ എന്ത് ചെയ്തു?
പുറത്തു വന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ പെണ്ണിനെ വെച്ചുകൂടാൻ ശൈഖിനെ അനുവദിക്കുന്നത്? നിങ്ങൾക്ക് ആ പെണ്ണിനെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി നിശ്ചത പറഞ്ഞുകൂടെ? യജിരി അലാ ഹാദ ശൈഖ് മിൻ ഹാദിഹിൽ മർഅതി ഹാദാ വഅൻതും സുകൂത്ത്. നിങ്ങളൊക്കെ ഇത് ഇങ്ങനെ ശല്യം ചെയ്യുന്ന ശൈഖിനെ അത് കണ്ടിട്ട് നിങ്ങളെന്തേ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അവളങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ അതിൽപ്പെട്ട ഒരാള് പറഞ്ഞു, മഹ്റുഹാ സഖീലുൻ, അവളെ മഹർ എന്നെ വലിയ ഭാരമേറിയ മഹറാണ്. അവ ചോദിച്ച എത്രയാണ്? 500 ദീനാരി, 500 സ്വർണ്ണ നാണയം മഹർ കൊടുത്ത് കല്യാണം കഴിച്ച വഹുവ ഫഖീറുൻ. ഈ അഹ്മദുൽ കബീർ റിഫായിയാണ് വളരെ പാവപ്പെട്ട ആളാണ്. അപ്പൊ ഇത് കണ്ട മനുഷ്യന് സഹിക്കാഞ്ഞിട്ട് അദ്ദേഹം പുറത്തുപോയി ഒരുപാട് അധ്വാനിച്ച് 500 ദീനാറ് സമ്പാദിച്ചു. അതും എടുത്തിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മുമ്പിലേക്ക് വന്നു. മുന്നിൽ അവിടെ വെച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചത് എന്താ മോനെ? അപ്പൊ പറഞ്ഞു, മഹ്റു ഹാദിഹി സഫിയത്തില്ലത്തി ഫഅലത് ബിക കദാ വകദാ. നിങ്ങൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച ആ വിവരമില്ലാത്ത പെണ്ണിന്റെ മഹറുണ്ടല്ലോ, ആ മഹറിന് തുല്യമായ തുകയാണിത് ഞാൻ കൊണ്ടുവന്ന് തന്നത്. അവളെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അതിന് എന്റെ വകയിൽ അത് നൽകാനാണ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അത് കേട്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലൗലാ സബരി അലാ ദർബിഹാ വലിസാനിഹാ. അവളെ ആ വളരെ മോശമായ നാവും അവളെ വളരെ മോശമായ കയ്യും അതിന്റെ ശല്യം ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത് കൊണ്ട് ആണ്. ഞാൻ അങ്ങനെ ക്ഷമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കണ്ടില്ലേ പലതവണ? ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത്. അത് കാണാൻ കാരണം ഈ പെണ്ണിന്റെ ദുസ്വഭാവം ക്ഷമിച്ചതിന്റെ പേരിലാണ്. അപ്പൊ നമുക്ക് നല്ല ക്ഷമ വേണം. അഹ്മദുൽ കബീർ റിഫായി സ്മരിച്ച് അതേ നല്ല ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ പോരാ. നമ്മൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നോക്കണം. ഭാര്യന്റെ പിന്നാലെ ഒലക്കിയെടുത്ത് ഓടുന്ന കക്ഷിയാകരുത്. ഭാര്യമാരുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. അതേപോലെ ഭർത്താവിന് ദുസ്വഭാവം ഉണ്ടായാൽ അത് ക്ഷമിക്കാൻ ഭാര്യയ്ക്കും കഴിയണം. ഇപ്പോൾ ഇവിടെ സമയം ഇല്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് കാണാം, മഹാനവറുകൾ ഹയ്യിനുൽ മുഅ്നതി, ചെലവ് ചുരുക്കി ജീവിക്കുന്ന ആളാണ്. വനിയുൻ നഫ്സി, ഖിനൻ നഫ്സുള്ള ആളാണ്. അതായത് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. ഹസ്നുൽ മുആശറതി, അവിടുന്ന് കൂട്ടുജീവിതം വളരെ നല്ല, ഹസനുൽ മുആശറതി, കൂട്ടുജീവിതം വളരെ നല്ല ആളായിരുന്നു. ഭാര്യയോടും കുടുംബങ്ങളോടും അല്ലാത്തവരോടൊക്കെ നല്ല സ്വഭാവം. അതേപോലെ തന്നെ കസീറുൽ ഹിൽമി, വളരെ സഹനമുള്ള ആളാണ്. ചൂടാവൂല, ദേഷ്യം പിടിക്കൂല. കാതിമൽ ലിസ്സിരി, ഒരാളെ രഹസ്യവും പുറത്തു പറയൂല. ഹാഫിമൽ ലിൽഅഹ്ദി, ഒരു കരാറ് പറഞ്ഞാൽ അതേ വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കൂല. കസീറു ദുആഇ ലിൽ മുസ്ലിമീൻ, സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ധാരാളം പ്രാർത്ഥന നടത്തുന്ന ആളാണ്. മഹാനവറുകളോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കും. ഇങ്ങോട്ട് കൊടുക്കാത്തവന് അങ്ങോട്ട് കൊടുക്കും. അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യും. അയൽവാസികളോട് വളരെ നല്ല പെരുമാറ്റം പെരുമാറും. അതേ സമയത്ത് സഹോദരന്മാർ ജനങ്ങൾ ചെയ്യുന്ന ഏത് തെറ്റുകളുണ്ടോ അതെ അതിനെ തൊട്ടെല്ലാം തിരിഞ്ഞുകളയും. അതിന് പകരം ചെയ്യണമെന്ന ചിന്തയില്ലായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും. ആള് നല്ലവനാണെങ്കിലും അല്ലെങ്കിലും രോഗിയായാൽ സന്ദർശിക്കും.
ജനായിസ, അതേപോലെ മയ്യിത്തിനെ പരിപാലിക്കാൻ വേണ്ടി പോകും. വയുജാലിസുൽ ഫുഖറാ, സാധുക്കളായ നല്ല മനുഷ്യന്മാരുടെ കൂടെ ഇരിക്കും. വയറൽ അക്ലമൽ മസാകീൻ, സാധുക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വലിയ താല്പര്യമാണ്. വയറ സബ്റഅലൽ ഇദാ, ആര് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ക്ഷമിക്കലാണ്. അതേപോലെ മഅറൂഫഹു, അതേപോലെ തന്നെ മഹാനവറുകൾ വയബ്ദുലു മഅറൂഫഹു, അവിടുന്ന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. വയൻസഹു അദുവഹു, ശത്രുവായ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് അവനെയും നന്നാക്കി എടുക്കാനുള്ള കാര്യം ചെയ്യലാണ്. വയബ്ദഉ മൻ ലഖാഹു ബിസ്സലാം, ആരെ കണ്ടാലും സലാം പറയാൻ മഹാനവറുകൾ തുനിയും. ഇൻ മുനിഅ സബറ, അവകാശം കൊടുക്കാതിരുന്നാൽ ക്ഷമിക്കും. ഫതഹല്ലാഹു അലൈഹി ബിശൈഇൻ ആസറ, അതേ സമയത്ത് അല്ലാഹു തആല വല്ലതും മഹാനവറുകൾക്ക് കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. വഇദാ ദുഇയ മാ യഖൂലു ലിദ്ദഈ ഇലാ ഐന, ഒരാൾ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കാതെ സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ കൂടെ പോകുന്ന സ്വഭാവമാണ്. സ്വന്തം ശരീരം കൊണ്ട് പള്ളി അടിച്ചു വാരും, അതുപോലെ വഴികൾ അടിച്ചു വാരും. ജനങ്ങളുടെ സന്തോഷത്തിന് മാനവர்கள் സന്തോഷിക്കും, ജനങ്ങളുടെ ദുഃഖത്തിൽ മാനവர்கள் പങ്കുചേരും. നല്ല കാര്യങ്ങൾക്ക് പ്രേരണ നൽകും. നല്ല സ്വഭാവത്തിലേക്ക് ജനങ്ങളെ നയിക്കും. വല്ലവരോടും സംസാരിക്കാൻ തുനിഞ്ഞാൽ ഐ സയ്യിദി, എല്ലാരെയും വിളിക്കൽ സയ്യിദി എന്നാണ്. കബീറൻ കാനൽ മുഖാതബു സഗീറൻ, ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോഴും സയ്യിദേ എന്നാണ് വിളിക്കാറ്. ബഹുമാനം എല്ലാവരോടും പ്രകടിപ്പിക്കും. അതേപോലെ ഒരു നല്ല സന്തോഷമുള്ളത് കണ്ടാൽ അവിടുന്ന് പുഞ്ചിരിക്കും. പൊട്ടിച്ചിരിക്കുന്നതിനെ വെറുക്കും. കുടുംബബന്ധം ചേർക്കും. ഒരാൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ എന്നോട് അങ്ങനെ പറ്റിപ്പോയി എന്നോ, എനിക്ക് വരാൻ കഴിഞ്ഞില്ലെന്നോ, അല്ലെങ്കിൽ മറന്നുപോയി എന്നോ വല്ല കാരണവും പറഞ്ഞാൽ ആ കാരണം മാനവர்கள் പരിഗണിക്കും. എന്നല്ല, ഇങ്ങോട്ട് കാരണം പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കാരണം പറഞ്ഞ് സമാധാനിപ്പിക്കും. മഹാനവറുകളുടെ പടച്ചവനെ സംബന്ധിച്ചുള്ള ഭയം സന്തോഷത്തെക്കാൾ വലുതായിരുന്നു. മഹാനവറുകളുടെ കരൾ അതാ കരിഞ്ഞു മണക്കുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു. നടക്കുന്ന സമയത്ത് വലത്തും ഇടത്തും തിരിഞ്ഞു നോക്കാതെ നേരെ നടക്കും. അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കൈപിടിച്ച് അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അവരോട് വളരെ വിനയത്തോടെ പെരുമാറും. കണ്ണിന് കാഴ്ചയില്ലാത്തവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടും. പാവപ്പെട്ട സാധുക്കളുടെ വീട്ടിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അതുപോലെ അതാ വലിയ പാത്രത്തിൽ വെള്ളം എടുത്ത് ചുമലിൽ വെച്ച് രാത്രിയിൽ വീടുകളിൽ അതാ ആരോഗ്യമില്ലാത്തവരെ വീട്ടിൽ കൊണ്ടുപോയി വെള്ളം നിറച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ സാധുക്കളെയും വിധവകളെയും ഒക്കെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ രോഗികൾക്ക് ആവശ്യമുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തും. അതേപോലെ അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു കൊടുക്കും. അവരുടെ കൂടെ ഇരുന്ന് അവരെ സന്തോഷിപ്പിക്കും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ രോഗികളോട് ആവശ്യപ്പെടും. യതീമിനെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലാണ്. അതേപോലെ തന്നെ വലിൽ അറാമിനി കസൗജിൽ അലീഫ്, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഒരുപാട് സംരക്ഷണങ്ങൾ ചെയ്തു കൊടുക്കും. അതേപോലെ ഒരു വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ
ആ വാക്ക് തൊള്ളയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എന്റെ വാക്ക് എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ എത്ര ദോഷം ചെയ്യും എന്ന് നന്നായി ചിന്തിച്ചിട്ടല്ലാതെ ഒരു വാക്കും സംസാരിക്കാറില്ല. അതിൽ നന്മ കണ്ടാൽ സംസാരിക്കും, ഇല്ലെങ്കിൽ സംസാരിക്കൂല. ഒരു ശ്വാസവും വെറുതെ നഷ്ടപ്പെട്ടു പോകരുത് എന്നതിൽ വലിയ നിർബന്ധമാണ്. ഓരോ ശ്വാസവും എന്റെ റബ്ബിന്റെ പൊരുത്തത്തിലും അവന് വണങ്ങുന്നതിലുമാകണം എന്ന ചിന്തയാണ്. ഒരു സെക്കൻഡും വെറുതെ നഷ്ടപ്പെടുത്തൂല. അവിടുന്ന് പറയാറുണ്ട്, ആവശ്യമില്ലാത്തതുമായി മനുഷ്യൻ ബന്ധപ്പെട്ടാൽ ആവശ്യമുള്ള പലതും അവന് നഷ്ടപ്പെടുമെന്ന് അവിടുന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ് വകാന ലാ യറൽ ഇസ്തിഗാല ബിശൈഇൻ മിനദ് ദുനിയ ഇൻദ ദുഖൂലി വഖ്തിസ് സ്വലാത്ത്. നിസ്കാരത്തിന്റെ സമയം കടന്നാൽ പിന്നെ ദുനിയാവിന്റെ ഒരു പരിപാടിയുമായും ബന്ധപ്പെടൂല. ഒരു ദിവസം മഹാനവറുകൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസമിഅൽ അദാൻ, അപ്പോൾ ബാങ്ക് കേട്ടു. ഉടനെ തന്നെ പറഞ്ഞു, അല്ലാഹുവിനോടുള്ള കടപ്പാടിന്റെ സമയമായി പോയി. അല്ലാഹുവിനോട് കടപ്പാട് വീട്ടണം. ശരീരത്തോടുള്ള കടപ്പാടാണ് വെള്ളം കുടിക്കൽ, അതവിടെ നിർത്തി. നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ അവിടുത്തെ കളർ മഞ്ഞയാകുന്നത് പോലെ തോന്നും. സുബ്ഹാനല്ലാഹ് വഇദാ സല്ലാ സലാത്ത സുബ്ഹി ജലസ മകാനഹു ഹത്താ തത്ലുഅ ശംസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹി നിസ്കരിച്ചാൽ അവിടെ തന്നെ ഇരുന്ന് ദിക്റും ഔറാദും മറ്റും കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ് വയതറക്കഉ മൗദിഅഹുൽ ദുഹാ വൽ ഇശ്റാഖ്. അതേ സ്ഥലത്തിരുന്ന് ഇശ്റാഖ് നിസ്കാരം, ദുഹാ നിസ്കാരം നിർവഹിക്കും. കണ്ണിൽ നിന്ന് പടച്ചവനെ ഭയപ്പെട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകും. ഔജാഉ കതീറ മുകാഹു തവീൽ വഫറഹു ഖലീൽ. എപ്പോഴും ധാരാളം അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയും. സന്തോഷമല്ല, പേടിയാണ് കൂടുതൽ. ആ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, എപ്പോഴും വെറുതെ ഇരിക്കൂല. ഇരിക്കുമ്പോൾ എപ്പോഴും ദിക്റോ സലാത്തോ ഖുർആനോ വല്ലതും ഉണ്ടാവും. നിസ്കാരത്തിന്റെ ഉടനെ ആയത്തുൽ കുർസി ഓതാത്ത ഒരു സമയം ഉണ്ടാവില്ല. ധാരാളം ഫാത്തിഹ സൂറത്ത് ഓതും. വഴിക്ക് നടന്നു പോകുമ്പോൾ ഒക്കെ ഫാത്തിഹ ഇങ്ങനെ ഓതും. എത്ര ഫാത്തിഹ ഓതാൻ കഴിഞ്ഞ് നമുക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫാത്തിഹ ഓതാൻ ഒരുങ്ങിയാൽ എപ്പോഴും വുദുവോടുകൂടെ ജീവിക്കും. സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കും. വല്ല പള്ളിയുടെ സമീപത്തൂടെ പോയാൽ യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ പള്ളിയുടെ സമീപത്തെത്തിയാൽ പള്ളിയിൽ കയറി 2 റകഅത്തെങ്കിലും നിസ്കരിക്കും. വല്ല സ്ഥലത്തും താമസിച്ചാൽ എവിടെ താമസിച്ചാലും പോകുന്നതിന് മുമ്പ് 2 റകഅത്ത് അവിടുന്ന് നിസ്കരിക്കും. അങ്ങനെ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ജീവിതം നയിച്ച ആളാണ് മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇനിയും ഒരുപാട് അവിടുത്തെ മഹത്വങ്ങളും സ്വഭാവവും വിവരിക്കാനുണ്ട്. അല്ലാഹു തആല മഹാനവറുകളെ പിന്തുടർന്നും അവിടുത്തെ മദ്ഹ് പറഞ്ഞും അവിടുത്തെ അനുസ്മരിച്ചും ജീവിച്ച് അവസാനം അവിടുന്ന് മരണപ്പെട്ടത് എങ്ങനെയാണ്? മരിക്കുന്ന സമയത്ത് ലാ
ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വഫാത്ത് നടക്കുന്നത്. ആ മഹാന്റെ ബർക്കത്തോട് സാധുക്കളായ നമുക്കും അതേ കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ പടച്ച റബ്ബ് ഭാഗ്യം നൽകട്ടെ. കുറ്റിയാടിയായതുകൊണ്ട് ഞാൻ പറയാം, ചിലർ ചോദിക്കും എന്താ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ പരിചയമില്ലാത്തതുകൊണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലാത്തവരാണ് ചോദിക്കുന്നത്. കാരണം ബദരീങ്ങൾ ആണ്ടിരിക്കുന്നില്ലേ, അതിൽ ഒന്നാമത്തെ ആളാരാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, രണ്ടാമത്തെ ആളാരാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു ആണ്ടിരിക്കൽ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാ? അല്ല. ഉമർ ഇബ്നു ഖത്താബ് ആണ്ടിരിക്കില്ല ശരിയാ? അല്ല. അവരൊക്കെ ആണ്ട് നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിച്ചിട്ട് സാധാരണക്കാരെ പൊട്ടീസാക്കാൻ നടക്കണ്ടോ? സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനായ വലി, ആലിമീങ്ങളിൽ ഏറ്റവും വലിയ ആലിം, അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഒരാള് ഈ മൗലവിമാര് പറ്റിച്ചു കളഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളിൽ ഇൽമു പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനത്തെ ഒരാള്, അദ്ദേഹം വേറെ രംഗത്ത് നേതാവാണ്, പ്രാസംഗികനാണ്. അയാളുടെ ഒരു പ്രസംഗം എടുത്ത് ഞാൻ കേട്ടു. അദ്ദേഹം പറയാണ്, സഹാബത്തിന്റെ കൂട്ടത്തില് എത്രയോ വലിയ വിവരമുള്ളവരുണ്ടായിരുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും വിവരമുള്ളവര്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾക്ക് ഒരു വിവരമില്ല എന്നുള്ളത് മനസ്സിലാകുന്ന പ്രസംഗമായി പോയി. കാരണം സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാന അഅലമൻ നാസ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ അങ്ങനെയാ. സഹാബത്തിന്റെ കൂടെ നാസ് എന്ന് പറഞ്ഞാൽ അവിടെ സഹാബത്താ. കാരണം സഹാബത്തിനെ കുറിച്ചാണ് ഖുർആനിൽ ഇദാ ഖീല ലഹും ആമിനു കമാ ആമന അന്നാസ്, അന്നാസ് വിശ്വസിച്ച പോലെ വിശ്വസിക്കണമെന്ന് മുനാഫിക്കുകളോട് പറഞ്ഞാൽ അവരതിന് തയ്യാറാവില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അന്നാസ് എന്ന സഹാബത്തിന്റെ വിശ്വാസം എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്താൽ ആ ശരീരത്തിൽ വീഴുന്ന വെള്ളം, ഉറ്റി വീഴുന്ന വെള്ളം, അത് കിട്ടാൻ വേണ്ടി ഒന്നും തർക്കം കൂട്ടിയിട്ട് അത് കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ഫയതമസ്സഹൂന ബിഹി, ഇങ്ങനെ തൊട്ട് പുരട്ടലാണ് എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതാ സഹാബത്തിന്റെ വിശ്വാസം, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം, ബറക്കത്തുള്ള വിശ്വാസം. ആ വിശ്വാസം ഇല്ലാത്ത ഒരു മുനാഫിക്കുകളാണ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഇദാ ഖീല ലഹും ആമിനു കമാ ആമന അന്നാസ് ഖാലു അനൂമിനു കമാ ആമന സഫഹാ, അവരൊക്കെ ബോഷന്മാരാണ്, വിവരമില്ലാത്തവരാണ് എന്ന് മുനാഫിക്കുകൾ പറയുന്ന സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു. അവിടെ അന്നാസ് എന്ന് പറഞ്ഞ സഹാബികളെ പറ്റിയാണ് എന്ന് പറഞ്ഞു. അന്നാസ് വിശ്വസിക്കും പോലെ വിശ്വസിക്കണോ എന്ന് പറഞ്ഞു. ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തു, കുപ്പായം കൊണ്ട് ബർക്കത്തെടുത്തു, അത് അവിടുത്തെ മജ്ലിസ് കൊണ്ട് ബർക്കത്തെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തു കൊണ്ടും ബർക്കത്തെടുത്തു. അതാണ് സഹാബത്ത്, അതാണ് അന്നാസ്. ആ അന്നാസ് എന്ന് പറയുന്ന സഹാബത്ത്, ആ സഹാബത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, കാന അലമൻ നാസ്, സഹാബികളിൽ. അതേപോലെ തന്നെ റിവായത്തിൽ കാന അലമനാ എന്ന് തന്നെ സഹാബത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാന അലമനാ, സഹാബികളായ ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്ത ഒരു മതത്തിന്റെ വിഷയം പറയരുത്, അത് വലിയ അബദ്ധമാണ്. അങ്ങനത്തെ അബദ്ധത്തിൽ ആരും പോയി ചാടരുത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഈ സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ മഹാന്മാരിലും ഏറ്റവും വലിയ മഹാനാണ്. അതിനെക്കാളും വലിയ ഒരു ഖുതുബും ഇല്ല, ഒരു ശൈഖും ഇല്ല, ഒരു വലിയും ഇല്ല. ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം ബദർ അനുസ്മരണത്തിൽ അതും ഉൾപ്പെട്ടില്ലേ? ഉമർ ഇബ്നു ഖത്താബിന്റെ അനുസ്മരണം ഉൾപ്പെട്ടില്ലേ? ആ ബദരീങ്ങളെ മുഴുവനും അനുസ്മരണം ഉൾപ്പെട്ടില്ലേ? അതുകൊണ്ട് അവരെ അനുസ്മരണം എന്തേ ഇല്ലാത്തതെന്നൊന്നും ചോദിക്കണ്ട. അതേ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതെ നിസ്കരിക്കാൻ കഴിയൂല. എല്ലാ നിസ്കാരത്തിലും അനുസ്മരിക്കപ്പെടുന്ന ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്തേ നിങ്ങൾക്കറിയില്ലേ? നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം റുക്കൂ ചെയ്തിരിക്കുന്നു, സഹാബത്തൊക്കെ റുക്കൂയിലേക്ക് പോയിരിക്കുന്നു. അന്നത്തെ ജമാഅത്തിൽ അതാ ആ വഖത്തിന്റെ ജമാഅത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം വൈകിപ്പോയി. എല്ലാവരും റുക്കൂഇലുള്ള സമയത്താണ് കയറി വരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്റെ ജമാഅത്ത് പോയോ എന്ന ഭയത്തോടെ കയറി വരുമ്പോൾ റുക്കൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ എന്റെ റക്അത്ത് നഷ്ടപ്പെടാതെ ജമാഅത്ത് കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞു. സർവസ്തുതിയും അല്ലാഹുവിനാണ്, എന്റെ ജമാഅത്ത് റക്അത്ത് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ. അതങ്ങ് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റുകൂഇൽ നബി തങ്ങൾ റുകൂഇലുള്ള സമയത്ത് വന്ന് പറയാണ്, ഓ നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ഹംദ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹനെ സ്തുതിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മേലിൽ നിസ്കാരത്തിൽ റുകൂഇൽ ഉയരുമ്പോ ഇതുവരെ പറഞ്ഞതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറയണ്ട, പകരം സമി അല്ലാഹു ലിമൻ ഹമിദ, പടച്ചവനെ സ്തുതിച്ചവർക്ക് അല്ലാഹു ഉത്തരം ചെയ്യട്ടെ എന്നർത്ഥം വരുന്ന ദിക്ർ ചൊല്ലണം നബിയേ. അന്ന് മുതൽ തുടങ്ങിയതാണ് സമി അല്ലാഹു ലിമൻ ഹമീദ. ആ ദിക്ർ ചൊല്ലുമ്പോൾ, നിസ്കരിക്കുമ്പോൾ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കലില്ലേ? മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് ഇസ്ലാമിന്റെ കർമ്മങ്ങളിലുടനീളം കാണുന്ന ഒന്നാണ് കേട്ടോ. ഹജ്ജിന്റെ അമലുകളിൽ എത്രയെത്ര കർമ്മങ്ങളാണ്, അതുപോലെ നിസ്കാരത്തിൽ എത്ര വിഷയങ്ങളാണ്. ആകയാൽ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് അല്ലാഹ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉള്ളത്. അതുകൊണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ അറിവില്ലാതെ പരിഹസിക്കണ്ട, അറിവില്ലാതെ കളിയാക്കണ്ട. പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞാൻ ആ മഹാന്മാരെ പരിഹസിച്ചല്ലോ, ആലിമീങ്ങളെ പരിഹസിച്ചല്ലോ എന്ന് അതാ കൈകടിച്ചിട്ട് കാര്യം കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു ഹഖ് ഹഖായി മനസ്സിലാക്കി അതിന്റെ പ്രചരണത്തിലായും അത് തമസ്സുക്ക് ചെയ്ത് ജീവിച്ചും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദി ദുആ നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ. യുഎസിന്റെ സമ്മേളനം നടക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളുടെ ഓരോ സംഘടനകളുടെയും പ്രത്യേക പരിപാടികൾ, SSFന്റെ സ്റ്റേജ് സമ്മേളനം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു. ഈ വർഷം SOESന്റെ സമ്മേളനങ്ങളും പരിപാടികളും നടക്കുന്ന വർഷം. അപ്പൊ അതിന്റെ വകയായിട്ട് തന്നെ നമ്മളെ ഈ ഹൽക്കയിൽ താഹത്തങ്ങളെ കാണാത്തത് അദ്ദേഹം മാനവസഞ്ചാരം എന്ന് പറയുന്ന SOESന്റെ പരിപാടിയിൽ അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അവറുകളുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നടക്കുന്ന മാനവസഞ്ചാരം പരിപാടിയുണ്ട്. അതിൽ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇനി വരുന്ന 27, 28, 29 ഡിസംബർ ആ 3 ദിവസം തൃശ്ശൂരിൽ വളരെ വിപുലമായ യുവജന സമ്മേളനം നടക്കണം, മുസ്ലിം യുവജന സമ്മേളനം. ആ യുവജന സമ്മേളനം 3 ദിവസം അവിടെ പന്തൽ കെട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് അത് കഴിക്കണമെങ്കിൽ വലിയ കോടികൾ ചെലവിന് വേണ്ടി വരുമെന്ന് ഉറപ്പല്ലേ. അപ്പോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും ഒരു 200 രൂപ ചാലഞ്ചായിട്ട് SYSന് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് എല്ലാവരും ഏറ്റെടുക്കണം, എല്ലാവരും അതിൽ സഹകരിക്കണം. നമ്മുടെ വകയിലും ഭാര്യന്റെ വകയിലും അവരുടെ മക്കളുടെ വകയിലും ഒക്കെ കൊടുക്കണം. അൽഹംദുലില്ലാഹ് കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയ വലിയ സംഘടനയാണ്, പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ.
ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ 70 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ മഹത്തായ സംഘടനയുടെ പ്രവർത്തനം നിമിത്തമാണ് നമുക്ക് ഉണ്ടാക്കാനും ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമുക്ക് കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ്. ഒരുപാട് പരിപാടികൾ ഇൻഷാ അല്ലാഹ് വരാനുണ്ട്. അപ്പോ എല്ലാ പരിപാടികളും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. പിന്നെ അതിന്റെ അപ്പുറത്തെ കൊല്ലം ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തന്നെ അതിവിപുലമായ മഹാസമ്മേളനം. അപ്പോ എല്ലാ പരിപാടിയും അല്ലാഹു ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديننا وأنفسنا وأهالينا من كل حنة وشدة وبوس ومرض وضيق وحبس وضيق. إنك ولي كل خير ومتفضل بكل خير ومعط لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരുടെ ഹദറത്തിലും പ്രത്യേകിച്ചും ഈ മാസത്തിൽ അനുസ്മരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ ലസീ തങ്ങളുടെ ഹദറത്തിലും ഞങ്ങളുടെ ഉമ്മബാപ്പമാര്, ഉസ്താദുമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവര്, ഞങ്ങളുടെ അമ്മാമ്മമാര്, ളാപ്പമാര്, കുടുംബത്തിൽപ്പെട്ടവര്, സഹോദരി സഹോദരന്മാര്, ഭാര്യ, മക്കൾ തുടങ്ങി ആരിൽ നിന്ന് ആര് മരിച്ചു പോയിട്ടുണ്ടോ അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആര് മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ആര് മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളെ സഹായിച്ചവരിൽ നിന്ന് ആര് മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളെ ദിക്ർ ഹൽഖയിൽ പങ്കെടുത്ത എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹു അവരുടെ ഖബറിൽ നീ ദർജന ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഖബർ വിശാലമാക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളിൽ പലരുടെ ഖൽബിലും പല ഉദ്ദേശങ്ങളുമുണ്ട്. നീയല്ലാതെ ഒരു കാര്യവും കൊടുക്കുന്നവനിൽ നിന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീകളും അവരോടുള്ള സ്നേഹവും അതുപോലെ സദഖയും അതുപോലെ സൽക്കർമ്മങ്ങളുമെല്ലാം നീ കൊടുക്കാനുള്ള നിമിത്തങ്ങളും കാരണങ്ങളുമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരാണ്, അവിടുത്തെ മദ്ഹ് പറഞ്ഞവരാണ്, അവിടുത്തെ അനുസ്മരിച്ചവരാണ്. ഞങ്ങളെ ഈ മജ്ലിസിൽ ഞങ്ങൾ ഉയർത്തുന്ന കൈ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ ആരുടെ ഖൽബിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ അത് നിറവേറ്റി തരണം റഹ്മാനെ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഹൽഖയിൽ ഭക്ഷണം നൽകുന്ന സലീം ഹാജിയുടെ മകളുടെ മകൻ, അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്താൻ കഴിവുള്ള രാജാവല്ലേ നീ. اللهم إنك أنت الشافي لا شفاء إلا شفاؤك. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما. അല്ലാഹുവേ, നീ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് നീ അറിയുമല്ലോ അല്ലാ, ആ ചെറുപ്പക്കാരന്റെ ചെറിയ കുട്ടി, ബുദ്ധി കുറഞ്ഞ ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തി നീ ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. അതുപോലെ എവിടെ ആര് അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ അവർക്കെല്ലാം അവരുടെ സേവനങ്ങൾക്ക് ആ കുട്ടികൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന വകയിൽ വലിയ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആ കുട്ടികൾക്ക് നീ ബുദ്ധിയും വിവരവും ആരോഗ്യവും നൽകണം റഹ്മാനെ, അർഹമർ റഹീമിനായ റബ്ബേ. അതേപോലെ വേറെ ഒരാള് ഒരു ഹൽക്കയിലെ ഭക്ഷണം ഏറ്റ അബൂബക്കർ ഹാജി, അദ്ദേഹത്തിന്റെ മകന് ഖൈറായ ഒരു ജോലി നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാൻ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വന്ന പ്രശ്നം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാൻ. അല്ലാഹുവേ, അതുപോലെ കർണാടകയിൽ ഒരാള് 9 കോടി ഉറുപ്പിക അദ്ദേഹത്തിന് ഫൈന് വിളിച്ചിരിക്കുന്നു. വലിയ സംഭാവന തരാമെന്ന് പറഞ്ഞു. നീ അറിയുമല്ലോ അല്ലാ, നിനക്കത് എളുപ്പമാക്കി കൊടുക്കാൻ കഴിയുമല്ലോ അല്ലാ, നീ അത് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ആ ഫൈനിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ ആര് ഏത് ഫൈന് കുടുങ്ങിയവരുണ്ടോ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എന്ത് രോഗം, ചെറുതു വലുത് രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട അഹമ്മദ് ഹാജി എപ്പോഴും ഞങ്ങളുടെ ഈ പരിപാടിയിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രോഗം നീ പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിൽ പലരും വിവാഹം നടക്കുന്നവരുണ്ട്, നടത്തിയവരുണ്ട്. നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. അല്ലാഹു, വിവാഹം നടക്കേണ്ട ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടിലുള്ളവരുണ്ട്. ഖൈറായത്, ഏറ്റവും ഖൈറായത് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ, എളുപ്പമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറായത് എളുപ്പമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം മനസ്സമാധാനത്തോടെയുള്ള ജീവിതം തരണം റഹ്മാൻ.